Good evening everyone. I am Dr. Srilekha. I am a pediatrician. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേബി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നിങ്ങനെ അമ്മയ്ക്ക് തന്നെ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ ബേബി ജനിച്ചപ്പോൾ കുട്ടിക്ക് 3 kg വെയിറ്റ് ഉണ്ട്. 3 kg വെയിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 10 days വെയിറ്റ് ലോസ് ആവും. എത്ര വെയിറ്റ് ലോസ് ആവാം? ഒരു 10% വെയിറ്റ് ലോസ് വരും. എന്നിട്ട് വെയിറ്റ് ലോസ് വന്ന് 10th day വരുമ്പോഴത്തേക്കും ബർത്ത് വെയിറ്റ് കറക്റ്റായിട്ട് റീഗെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 3 month വരയ്ക്കും 30 grams per day ഗെയിൻ ആവും. അങ്ങനെയാണ് ബർത്ത് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു കുട്ടി 3 kg ഉണ്ടായിരുന്ന കുട്ടീൻ്റെ വെയിറ്റ് എപ്പോഴാണ് ഡബിൾ ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 month ഡബിൾ ചെയ്യും. പിന്നെ 1 year ആകുമ്പോഴത്തേക്കും ട്രിപ്പിൾ ചെയ്യും. അപ്പോൾ 3 kg ഉണ്ടായിരുന്ന കുട്ടി 5 month 6 kg, 1 year 9 kg, 2 years ആകുമ്പോഴത്തേക്കും അത് ക്വാഡ്രപ്പിൾ ചെയ്യും. വെച്ചാൽ 4 മടങ്ങാവും. 4 മടങ്ങാകുമ്പോഴത്തേക്കും 12 kg ചെയ്യും. അപ്പോൾ 2 years കുട്ടി 12 kg ചെയ്യും. പിന്നെ നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 years to 7 years പെർ ഇയർ 2 kg വെച്ച് ഗെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ 7 years to 12 years എന്ന് വെച്ചാൽ നമ്മൾ പ്യൂബർട്ടിയിൽ ഗ്രോത്ത് സ്പേർട്ട് തുടങ്ങുമല്ലോ, അത് വരയ്ക്കും ഒരു പെർ ഇയർ 3 kg വെച്ച് ഗെയിൻ ചെയ്യും. ഇതാണ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുവിധം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ നമുക്കിപ്പോൾ ബിസി ഷെഡ്യൂളിൽ എപ്പോഴും ഡോക്ടറെ അടുത്ത് പോയി വെയിറ്റ് ഒന്നും നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാം. പിന്നെ വേറൊരു ഐഡിയലി നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രോത്ത് ചാർട്ട്സ് ഉണ്ട്. അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് മദേഴ്സൊക്കെ ആണെങ്കിൽ വി ക്യാൻ ഡൗൺലോഡ് ഗ്രോത്ത് ചാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അതർവൈസ് നോർമൽ ഡെവലപ്മെൻറ്റും വേറെ എല്ലാതും നോർമലായിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. താങ്ക് യു.